ഓക്കെ. സോ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ലീനിയർ ഇൻഡിപെൻഡൻസ് സംസാരിച്ചിരുന്നു. ലീനിയർ ഇൻഡിപെൻഡൻസിൻ്റെ പ്രോബ്ലംസ് ചെക്ക് ചെയ്യാനുള്ളതെല്ലാം പഠിച്ചിരുന്നു. സോ അതിൻ്റെ ഫോർമൽ ഡെഫിനേഷൻ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, ലീനിയർ ഇൻഡിപെൻഡൻസ് 3 വെക്റ്റേഴ്സ് v1 v2 v3 ലീനിയർ ഇൻഡിപെൻഡൻ്റ് ആവണമെങ്കിൽ നമുക്ക് k1 v1 പ്ലസ് k2 v2 പ്ലസ് k3 v3 0 ആവാനുള്ള ഒരേ ഒരു പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ k1 = 0, k2 = 0, k3 = 0 എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അത് മെട്രിക്സ് ഫോർമുലേഷനൊക്കെ നമ്മൾ ചെയ്തതാണ്. ഇനി നമുക്ക് വേറെ കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. സോ വെക്റ്റേഴ്സ് ഞാൻ നിങ്ങളോട് ഓൾറെഡി പറയും, കോർഡിനേറ്റ് വൈസ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നതിനാണ് വെക്റ്റേഴ്സ് എന്ന് പറയുന്നത്. അത് ജസ്റ്റ് ഒരു ഡിഫിനേഷൻ മാത്രമാണ്, അല്ലാതെ കുറേ ഫംഗ്ഷൻസിനൊക്കെ വെക്റ്റേഴ്സാണ്. ഓക്കെ, സോ ബേസിക്കലി ഇതൊക്കെ ഒരു വെക്ടർ സ്പേസ് എന്ന് പറയുന്ന ടോപ്പിക്കിലാണ് ഇത് വരിക. നമുക്കത് ബേസിക്കലി സിലബസ് ഇല്ലാത്ത നമ്മൾ നോക്കുന്നില്ല. എന്നാൽ പോലും ഇപ്പോൾ ഈ പറഞ്ഞ സൈൻ ടി, കോസ് ടി, ടി ഒക്കെ വെക്റ്റേഴ്സ് ആണെന്ന് വിചാരിക്കുക. സോ നമ്മളിവിടെ വെക്റ്റേഴ്സ് ആയിട്ട് എടുത്തിരിക്കുന്നത് v1 എന്ന് പറഞ്ഞാൽ സൈൻ ടി, v2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് ടി, v3 എന്ന് പറഞ്ഞാൽ ടി ആണെന്ന് വിചാരിക്കുക. സോ ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാമെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. സോ ഈ ക്വസ്റ്റ്യൻ്റെ ഇതെങ്ങനെയാണെങ്കിൽ ഫോർമുലേഷൻ പഴയതുപോലെയാണ്. നമുക്ക് k1 v1 പ്ലസ് k2 v2 പ്ലസ് k3 v3 = 0 ആണെങ്കിൽ, ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഇവന്മാരുടെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ k1 = 0, k2 = 0, k3 = 0 എന്നായിരിക്കണം. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ദേ ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. സോ നമുക്കതൊന്ന് ചെക്ക് ചെയ്യാൻ നോക്കാം. ഓക്കെ, സോ എന്താണ് ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു മീനിങ് നമുക്ക് നോക്കാം. സോ ബേസിക്കലി എന്താ സംഭവിക്കുക? സോ ഇത് k1 സൈൻ ടി പ്ലസ് k2 കോസ് ടി പ്ലസ് k3 ടി = 0 ആണ് നമ്മൾ അസ്യൂം ചെയ്യും. എന്നിട്ട് ഇതിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് k1 = 0, k2 = 0, k3 = 0 ആണോ എന്നുള്ളത് കാണിക്കണം. എന്നാൽ അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആകും. ഓക്കെ, സോ ബേസിക്കലി നമുക്കറിയാം സൈൻ ടി, കോസ് ടി, ടി ഒക്കെ ഫംഗ്ഷൻസ് ആണ്. സോ ഈ ഒരു സാധനത്ത് ഈ ഒരു ഇക്വേഷൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിക്ക് എന്ത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും k1 സൈൻ ടി പ്ലസ് k2 കോസ് ടി പ്ലസ് k3 ടി = 0 എന്നുള്ളത്. കാരണം ടി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു വാല്യൂ ആണ്, ഒരു റിയൽ നമ്പറാണ്. ഓക്കെ, സോ ഇതാണ് ഈ ഇക്വേഷൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഇൻ പർട്ടിക്കുലർ ഇപ്പോൾ ടി 0 ആണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലായി ഇക്വേഷൻ എന്ന്? നമുക്ക് k1 സൈൻ 0 പ്ലസ് k2 കോസ് 0 പ്ലസ് k3 × 0 = 0. അതായത് k1 ടി 0 ആണ്, k1 സൈൻ 0 പ്ലസ് k2 കോസ് 0 പ്ലസ് k3 × 0യും 0 ആയിരിക്കണം. ഇത് സൈൻ 0 ആണ്, k3 0 ആണ്. സോ യു വിൽ ഗെറ്റ് ദാറ്റ് k2 = 0. സോ നമുക്ക് ഒരു സാധനം 0 ആണെന്നുള്ളത് ഓൾറെഡി കിട്ടി, k2 0 ആണ്. ഓക്കെ, സോ നമുക്കിപ്പോൾ എന്ത് മനസ്സിലായി? സോ ദാറ്റ് മീൻസ് k1 സൈൻ ടി പ്ലസ് k3 ടി = 0. ഓക്കെ, ഇങ്ങനെ ടിയുടെ വാല്യൂ ഫോർ എക്സാമ്പിൾ മേ ബി ടിയുടെ വാല്യൂ അപ്പോൾ k2 0 എന്ന് കിട്ടി. അപ്പം ടിയുടെ വാല്യൂ പൈ ആണെങ്കിൽ, ഓക്കെ പൈ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? k1 സൈൻ പൈ, ഓക്കെ മൈനസ് k1 സൈൻ പൈ പ്ലസ് k3 പൈ = 0 എന്ന് കിട്ടും. ഓക്കെ, ഇനി സൈൻ പൈയുടെ വാല്യൂ എത്ര? സൈൻ പൈയുടെ വാല്യൂ 0 ആണ്. സോ ദാറ്റ് മീൻസ് k3 × പൈ = 0, therefore k3 = 0. ഓക്കെ, ദാറ്റ് മീൻസ് ഇപ്പം നമ്മുടെ ഇക്വേഷനകത്ത് k2 0 ആയി, k3 0 ആയി. ഇനി മിച്ചമുള്ള എന്തുവാ? k1 സൈൻ ടി. ഓക്കെ, ഇനി ടി അത് 0 എന്നുള്ള ഇക്വേഷൻ. ഇനി ടിയുടെ വാല്യൂ π/2 ആണെങ്കിൽ k1 സൈൻ π/2 വരും. ദാറ്റ് ഈസ് ആക്ച്വലി k1 = 0 വരും. സോ യു വിൽ ഗെറ്റ് ദാറ്റ് k1 = 0, k2 = 0, k3 = 0. സോ ഇതാണ് ഫങ്ഷൻസ് ആണ് നമ്മൾ വെക്ടേഴ്സ് ആയിട്ട് എടുക്കുന്നതെങ്കിൽ അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ ഇല്ലെന്ന്. ഐഡിയ സെയിം തന്നെയാണ്, ഒരു അപ്രോച്ച് വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാൻ സാധ്യതയില്ല. എന്നാൽ പോലും ലീനിയർ ഇൻഡിപെൻഡൻസ് നമ്മൾ പഠിച്ചത് കൊണ്ടും നിങ്ങൾ PG ക്ലാസ്സുകളായതുകൊണ്ടും ഈ ഒരു ടൈപ്പ് പ്രോബ്ലംസും കൂടെ ഒരു രീതി കാണിച്ചു തന്നെന്ന് മാത്രമേ ഉള്ളൂ. താഴെ പറഞ്ഞിരിക്കുന്ന ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് എസ് എ ക്വസ്റ്റ്യൻ വരാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഓൾറെഡി തന്നിരിക്കുന്നത് യുവും വിയും ഡബ്ല്യൂയും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് തന്നിട്ടുണ്ട്. യു ഹാവ് ടു ഷോ ദാറ്റ് u + v, u - v ആൻഡ് u - 2v + w ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കാണിക്കണം. ഇവന്മാരെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, ഇനി ഇതെങ്ങനെ കാണിക്കും, എങ്ങനെ ചെക്ക് ചെയ്യും? സോ ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവണമെങ്കിൽ സപ്പോസ് k1 × u + v പ്ലസ് k2 × u - v പ്ലസ് k3 × u - 2v + w 0 ആണെങ്കിൽ യു ഹാവ് ടു ഷോ ദാറ്റ് k1 = 0, k2 = 0, k3 = 0. ഇതാണ് നമ്മൾ കാണിക്കേണ്ടത്, ശരിയല്ലേ? ഓക്കെ, ഇനി ഇങ്ങനെ സംഭവിച്ചെന്നിരിക്കട്ടെ. സോ നമുക്ക് എന്ത് സംഭവിക്കും? നമുക്കിതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുവാണെങ്കിൽ യുവിൻ്റെ കുറേ സാധനങ്ങളുണ്ടാവും. ഏതൊക്കെയൊക്കെ? k1 പ്ലസ് k2 പ്ലസ് k3 × u. സോ യുവിൻ്റെ കൂടെയുള്ള എല്ലാം അടുപ്പിച്ച് എഴുതി. അതിൽ വിയുടെ കൂടെ കുറേ സാധനങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടാവുക? ദാറ്റ് ഈസ് k1 - k2 - 2k3
ഓക്കെ ഇൻറ്റു വി ഈസ് ഈക്വൽ ടു 0 വരും. ഓക്കെ പ്ലസ് ഡബ്ല്യുവിൻ്റെ കൂടെയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്? ഡബ്ല്യുവിൻ്റെ കൂടെ ആകെപ്പാടുകൾ വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഉള്ളത് K3 ഇൻറ്റു ഡബ്ല്യു ഈസ് ഈക്വൽ ടു 0. ഓക്കെ ഇത് നമുക്ക് ഓൾറെഡി അറിയാം, യു വി ഡബ്ല്യു ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. സോ ബേസിക്കലി കെ ഒരു കോൺസ്റ്റൻറ്റ് സോ എ ഇൻറ്റു യു പ്ലസ് ബി ഇൻറ്റു വി പ്ലസ് സി ഇൻറ്റു ഡബ്ല്യു 0 ആണെങ്കിൽ ഉറപ്പായിട്ടും എയും ബിയും സിയും 0 ആയിരിക്കും. കാര്യം യു വി ആൻഡ് ഡബ്ല്യു ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? Therefore we can say that definitely K1 plus K2 plus K3 is equal to 0 ആയിരിക്കും. അതുപോലെ K1 മൈനസ് K2 മൈനസ് 2 K3 0 ആയിരിക്കും. അതുപോലെ തന്നെ K3 0 ആയിരിക്കും. ഇനി K3 0 ആയിക്കഴിഞ്ഞാൽ I can say that K1 plus K2 is equal to 0. Similarly K1 minus K2 is equal to 0. If you add them, you will get that 2K1 is equal to 0. Therefore K1 will be 0 and K2 also will be 0. That means U, V, W are linearly independent. So അതും കൂടെയുള്ള പ്രോബ്ലംസും കൂടെ ഈ സെക്ഷനകത്ത് നമുക്കുണ്ടായിരുന്നു. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം, which is eigenvalues and eigenvectors. Okay.